ഹലോ കൂട്ടുകാരെ, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇത് ഓപ്പോ Y5 യൂത്ത് എന്ന് പറയുന്ന ഒരു ഫോണാണ്. അതിൻ്റെ ഒരു മോഡൽ ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് വന്നത് ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഫോൺ ഓൺ ആകുന്നില്ല എന്നുള്ളതുമാണ് പ്രോബ്ലംസ് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മളിതിൻ്റെ പുതിയൊരു ഡിസ്പ്ലേ ഇട്ട് നോക്കി, പുതിയൊരു ഡിസ്പ്ലേ ഇതിൽ ചേഞ്ച് ചെയ്ത് നോക്കി, എന്നിട്ട് ഫോൺ ഓൺ ആകുന്നില്ലായിരുന്നു. ഇതിലിട്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയ ഡിസ്പ്ലേ ആണ്. ഇതാണ് പഴയ ഡിസ്പ്ലേ. ഇതിൻ്റെ അകത്ത് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അപ്പോൾ ഞാനിത് മാറ്റിയിട്ടുണ്ട്, എങ്കിലും ഫോൺ ഓൺ ആകുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഫോണിൻ്റെ ഓൺ ഓഫ് സ്ട്രിപ്പ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഓൺ ഓഫ് സ്ട്രിപ്പ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് എങ്ങനെ പുതിയത് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഓൺ ഓഫ് സ്ട്രിപ്പ് കംപ്ലൈൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഞാൻ പുതിയ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. ഡിസ്പ്ലേ ഞാൻ ഒട്ടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫ്രെയിമിൽ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഓൺ ഓഫ് സ്ട്രിപ്പ് മാറുന്നതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ആക്കേണ്ടതായിട്ടുണ്ട്. ബാക്ക് കവർ എങ്ങനെ ഈസി ആയിട്ട് ഓപ്പൺ ആക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും കാണുക. ഞാൻ ഇതിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ആക്കുന്നുണ്ട്. ബാക്ക് കവർ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു സ്ട്രിപ്പ് ഇതിൽ നമ്മുടെ മദർ ബോർഡിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണക്ടർ ഇളക്കിയതിന് ശേഷം മാത്രമേ, എന്തെങ്കിലും ഒരു ഇതുപയോഗിച്ച് ഇളക്കിയതിന് ശേഷം മാത്രമേ ബാക്ക് കവർ നിങ്ങൾ വിളക്കിയെടുക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ടറിൻ്റെ പിന്നിനൊക്കെ കംപ്ലൈൻറ്റ് വരാനോ ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് പിന്നീട് കൂടുതൽ പൈസ ചിലവുള്ള കാര്യത്തിലേക്ക് അത് പോകും. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്ട്രിപ്പ് എങ്ങനെ മാറി. ഇതാണ് പവർ സ്ട്രിപ്പ്, പവറിൻ്റെ സ്ട്രിപ്പ് ഇതാണ്. ഇത് വോളിയം അപ്പ് ഡൗണിൻ്റെ സ്ട്രിപ്പാണ്. ചില ഫോണുകളിൽ മൂന്നും ഒന്നിച്ച് തന്നെ വരും. അപ്പോൾ ഒന്നിച്ച് തന്നെ വരണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ മാറ്റേണ്ടി വരും. ഈ ഒരു സ്ട്രിപ്പാണ് നമുക്ക് മാറ്റേണ്ടത്. ഇത് ഓൾറെഡി ഡാമേജ് ആണ്. ഓക്കെ, കണ്ടോ, ഓൾറെഡി ഇതിൻ്റെ ബബിൾസ് മാറിയിട്ട് ഓൺ ഓഫ് ബബിൾസ് മാറിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇത് റെഡി ആയിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ ബബിൾസ് മാറി കളിക്കേണ്ട നമുക്ക് ഇതിൻ്റെ സ്ട്രിപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ സ്ട്രിപ്പ് സെറ്റോട് കൂടി തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഇതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്യുക. അതിന് മുമ്പായിട്ട് ബാറ്ററിയുടെ കണക്ടർ ഇളക്കുക. ബാറ്ററിയുടെ കണക്ടർ ഇളക്കിയതിന് ശേഷം നമുക്ക് ബാറ്ററിയുടെ ഇത് ബാറ്ററി റിമൂവ് ചെയ്യുക. ഇതേപോലെ ഒരു ഇതുണ്ടാവും. അതിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ഈസിയായിട്ട് റിമൂവ് ചെയ്ത് വരും, ഇളകി വരും. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ ഇളക്കി വെക്കുകയാണ്. കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഡിസ്പ്ലേ ഇളക്കേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേയുടെ കണക്ടർ മാത്രം നിങ്ങൾ ഇളക്കിയാൽ, മദർ ബോർഡ് ഇളക്കുന്നതിനായിട്ട് മദർ ബോർഡ് ഇളക്കിയാൽ ഈ സ്ട്രിപ്പ് മാറാൻ പറ്റും. കാരണം മദർ ബോർഡിൻ്റെ അടിയിലാണ് ഈ സ്ട്രിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ മദർ ബോർഡും ഡിസ്പ്ലേയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കണക്ടർ ഞാൻ ഇളക്കുകയാണ്. നിങ്ങൾ ഈ ഒരു കണക്ടർ മാത്രം ഇളക്കിയാൽ ഡിസ്പ്ലേ ഇളക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളക്കുകയാണ്. കാരണം ഓൾറെഡി ഞാൻ ഇളക്കി വച്ചിരിക്കുന്നത് കാരണം ഈ ഡിസ്പ്ലേ ഡാമേജ് ആവാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഇളക്കി മാറ്റി വയ്ക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ കണക്ടർ മാത്രം ഇളക്കിയാൽ മതി, വേറെ ഒന്നും തന്നെ ഇളക്കേണ്ടതില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സബ് ബോർഡിലേക്ക് വരുന്ന ഒരു കണക്ഷൻ ഉണ്ട്. അതും കൂടി നിങ്ങൾ ഇളക്കുക. അതായത് നമുക്ക് മദർ ബോർഡ് വെളിയിലെടുത്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. മദർ ബോർഡുമായി കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇളക്കുക. നമുക്ക് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ സ്ക്രൂസുകളെല്ലാം തന്നെ ഇളക്കി മദർ ബോർഡ് വെളിയിലെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആൻറ്റിനയുടെ കണക്ഷൻസും കൂടെ ഇളക്കിയിട്ട് നമുക്ക് ഈ മദർ ബോർഡ് അങ്ങ് വെളിയിലെടുക്കാം. വേറെ ഒന്നും തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ആൻറ്റിനയുടെ കണക്ഷനും കൂടെ ഇളക്കിയിട്ട് ഞാൻ ഈ മദർ ബോർഡ് വെളിയിലെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാണ് പവറിൻ്റെ സ്ട്രിപ്പ്. ഇതാണ് കംപ്ലൈൻറ്റ്. ഇതാണ് നമുക്ക് മാറ്റേണ്ടത്. നമ്മളൊരു ഡെഡ് ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഡെഡായിട്ട് വന്നിരിക്കുന്ന ഒരു ഡെഡ് ഫോൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാറ്ററി കണക്ടറിൽ ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ബാറ്ററിയിൽ കറക്റ്റ് വോൾട്ട് ഉണ്ടോ എന്നുള്ളത്, ഒരു ഫോൺ ഓൺ ആവുന്നതിന് വേണ്ടിയുള്ള 3.7 വോൾട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതെല്ലാം കറക്റ്റാണ് എങ്കിൽ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കേണ്ടത്, നമുക്ക് ഇതിൻ്റെ ഈ ഒരു പവർ ബട്ടണിലേക്ക് വരുന്ന കണക്ഷൻസാണ്. ഈ രണ്ട് കണക്ഷൻസാണ് പവർ ബട്ടണിലേക്ക് വരുന്നത്. ഇതിൽ 1.8 മുതൽ, ഇതിൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കും. പോസിറ്റീവിൽ 1.8 മുതൽ 3.4 വരെ ഇതിൽ ഇടയ്ക്ക് വോൾട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. വോൾട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പവർ ഐസിക്കും മറ്റു യാതൊരു ബോർഡിനൊന്നും വലിയ പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിൽ ഒരു വോൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് ഡയറക്റ്റ് ചെയ്ത് നോക്കുക. കറക്റ്റ് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കുക, ഫോൺ ഓൺ ആവുന്നുണ്ടോ എന്നുള്ളത്. ജസ്റ്റ് ഈ രണ്ട് പിന്നിലും വെച്ചിട്ട് ഷോർട്ട് ചെയ്ത് ഫോൺ ഓൺ ആവുന്നുണ്ടോ നോക്കുക. ഫോൺ ഓൺ ആവുന്നുണ്ടെങ്കിൽ സ്ട്രിപ്പിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഫോൺ ഓൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പവർ ഐസി മറ്റു കാര്യങ്ങളൊക്കെ ബോർഡിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു പവർ ബട്ടൻ്റെ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ നോക്കിയപ്പോഴത്തേക്കും ഇതിൽ കറക്റ്റ് വോൾട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫോൺ ഓൺ ആവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ സ്ട്രിപ്പ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ സ്ട്രിപ്പ് മാറുന്നതിനായിട്ട് കൂടുതലും ഫോണുകൾക്ക് ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ സ്ട്രിപ്പായിരിക്കും മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത്. കാരണം സ്ട്രിപ്പ് വളരെ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസുകളുണ്ട്. കാരണം കൂടുതൽ സമയം നമ്മൾ പവർ ബട്ടൺ ഉപയോഗിക്കുന്നത് കാരണം ഓൺ ഓഫ് ഒക്കെ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ സ്ലീപ്പിംഗ് മോഡിലേക്ക് എത്തുന്നതിനായിരിക്കും നമ്മൾ പവർ ബട്ടൺ കൂടുതൽ യൂസ് ചെയ്യുന്നത്.
കാരണം ഇതിൻ്റെ ബബിൾസ് ഡാമേജ് ഈ ഒരു ബബിൾസ് ഡാമേജ് ആയിട്ട് പവർ ബട്ടൺ കംപ്ലൈൻറ്റ് ആവാറുണ്ട്. അപ്പോൾ ഈ സ്ട്രിപ്പ് ഒന്ന് മാറുകയാണ്. സ്ട്രിപ്പ് മാറുന്നതിനായിട്ട് ജസ്റ്റ് നിങ്ങൾക്കിത് ഒരു ചെറിയൊരു ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഇളക്കിയെടുക്കാൻ സാധിക്കും. എന്തെങ്കിലും ടൈറ്റ് തോന്നുകയാണെങ്കിൽ പഴയതാണെങ്കിൽ പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം പഴയതല്ലേ, കുഴപ്പമില്ല. നമുക്ക് ഇളക്കിയെടുക്കാം, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതാണ് പഴയത്, ഞാനിപ്പോൾ പുതിയത് എടുക്കുകയാണ്. ഇതാണ് പുതിയ സ്ട്രിപ്പ്, ഞാൻ പുതിയ സ്ട്രിപ്പ് എടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇത് പഴയത് നമുക്ക് മാറ്റി വയ്ക്കാം. പുതിയ സ്ട്രിപ്പ് എടുക്കുക. പുതിയ സ്ട്രിപ്പ് എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചില സ്ട്രിപ്പുകൾക്ക് ബാക്കിലൊരു ഇത് ഗമ്മിൻ്റെ ഒരു ഇത് കാണും. ഇത് ഇളക്കിയെടുക്കുക, സ്റ്റിക്കർ പോലെ കാണും. അത് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാം. ചില സ്ട്രിപ്പുകളിൽ അത് കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ഗമ്മ് നമ്മൾ ഇൻസെർട്ട് ചെയ്ത് നമുക്ക് ഒട്ടിക്കാനായിട്ട് വരും. ഗമ്മുകൾ ഒട്ടിക്കുന്നതിനായിട്ട് നിങ്ങൾ വലിയ സൂപ്പർ ഗ്ലൂവിൻ്റെ ഇതൊന്നും എടുക്കരുത്, കാരണം സൂപ്പർ ഗ്ലൂ ഒക്കെ കുറച്ചും കൂടെയൊക്കെ ഹാർഡാണ്. അപ്പോൾ എങ്കിൽ നമുക്ക് ഇളക്കേണ്ടി വരികയാണെങ്കിൽ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം ജസ്റ്റ് അതുപോലെ ഫെവിബോണ്ടിൻ്റെ ചെറിയൊരു ഗമ്മ് കിട്ടും, അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇളക്കിയെടുക്കാൻ എളുപ്പമാണ്, കാരണം ഡാമേജസ് വരികയില്ല. പഴയ ഗമ്മ് ഇളക്കി മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അപ്പം പൊസിഷൻ കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കുന്നേ ഉള്ളൂ. ഇത് നമുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഉണങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിന് വരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ച് വെച്ചിട്ട് നമ്മളത് വയ്ക്കുകയാണ്. കണ്ടാം, പുതിയൊരു സ്ട്രിപ്പ് നമ്മളതിൽ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ് നമുക്ക് മദർ ബോർഡ് പഴയതുപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെ തന്നെ നിങ്ങൾ ക്യാമറയുടെ കണക്ടർ മറ്റു കാര്യങ്ങളൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഇളക്കിയാൽ മതി. ഓക്കെ, ഇതിലുണ്ട്. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇടേണ്ടതായിട്ടുണ്ട്. നമുക്ക് എല്ലാ കണക്ഷൻസും സബ്ബോർഡിൻ്റെയും അതുപോലെ ഡിസ്പ്ലേയുടെ എല്ലാ കണക്ഷൻസ് ഇടുക. ഡിസ്പ്ലേ ഞാൻ കണക്ട് ചെയ്യുകയാണ്. ബാറ്ററി ഞാൻ കൊടുക്കുന്നു. ഓക്കെ, നമുക്കിത് ഓൺ ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, സക്സസ്, ഫോൺ ഓൺ ആവുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൻ്റെ പവർ സ്ട്രിപ്പോ അല്ലെങ്കിൽ വോളിയം സ്ട്രിപ്പോ ഒക്കെ കംപ്ലൈൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇളക്കി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ.